അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. ഖുദ് ബിയദി ഖല്ലത് ഹീലതി അദ്രിക്നി യാ ഹബീബല്ലാഹ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മുടെ മദ്രസ സുന്നി വിദ്യാഭ്യാസ ബോർഡിലെ 7th ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ പബ്ലിക് എക്സാമിൽ നല്ല ഉന്നതമായ വിജയം നേടാൻ വേണ്ടി, അവർക്ക് പഠിക്കാൻ വേണ്ടി മസായിലുൽ ഫിഖ്ഹിൽ നിന്ന് പബ്ലിക് എക്സാമിനുള്ള ആദ്യത്തെ 3 പാഠത്തിൻ്റെ ചോദ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഞാൻ ചോദിക്കുന്നത്. അതിൻ്റെ ഉത്തരം നിങ്ങൾ പഠിക്കുക. അറിയാത്തവരുണ്ടെങ്കിൽ കമൻറ്റ് മെസ്സേജിലൂടെ അറിയിച്ചാൽ അതിൻ്റെ ഉത്തരം പറഞ്ഞു തരുന്നതാണ് ഇൻഷാ അല്ലാഹ്. ആദ്യത്തെ പാഠം അസ്സലാത്തു ലി അവ്വലി വഖ്തിഹ. ഈ പാഠത്തിൻ്റെ ചോദ്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ. ഒന്നാമത്തേത്, ജമാഅത്ത് ലഭിക്കാൻ വേണ്ടി നിസ്കാരം പിന്തിക്കൽ. 2, ഉണരുമെന്ന് ഉറപ്പുള്ളവൻ സമയമായ ശേഷം നിസ്കരിക്കാതെ ഉറങ്ങൽ. 3, പൂർണ്ണമായ വക്തിൽ നിസ്കരിക്കാൻ കഴിയാത്ത വിധം നിസ്കാരം പിന്തിക്കൽ. 4, അപകടത്തിൽപ്പെട്ടവനെ രക്ഷിക്കാൻ വേണ്ടി നിസ്കാരം പിന്തിക്കൽ. 5, നിസ്കാര സമയം അറിയാൻ വഴിയില്ലെങ്കിൽ ഡാഷ് നടത്തിയ സമയം മനസ്സിലാക്കി നിസ്കരിക്കണം. 6, മഗ്രിബ് സൂര്യൻ അസ്തമിച്ചത് മുതൽ മേഘത്തിലെ ഡാഷ് മായുന്നത് വരെ. 7, സുബ്ഹി നിസ്കാരം ഡാഷ് വെളിവായത് മുതൽ സൂര്യൻ ഉദിക്കുന്നത് വരെ. 8, അല്ലാഹു തആലക്ക് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മമേത്? 9, കാരണമില്ലാത്ത സുന്നത്ത് നിസ്കാരവും കാരണം പിന്തിയ സുന്നത്ത് നിസ്കാരവും കുറ്റകരമാണ് എപ്പോൾ? 10, നിസ്കരിക്കാതെ നിസ്കാര സമയമായ ശേഷം ഉറങ്ങുന്നതിൻ്റെ വിധിയെന്ത്? 11, ഇശാ നിസ്കാരത്തിൻ്റെ സമയവും ളുഹ്ർ നിസ്കാരത്തിൻ്റെ സമയവും. 12, വക്തിൻ്റെ ആദ്യത്തിലും അവസാനത്തിലും നിസ്കരിച്ച് കാണിച്ചതിന് ശേഷം ജിബ്രീൽ അലൈഹിസ്സലാം എന്ത് പറഞ്ഞു? ഇനി അടുത്ത പാഠം ഇത് ഹയ്യ അല സ്വലാ. ഈ പാഠത്തിൻ്റെ ചോദ്യങ്ങളാണ്. ആദാൻ സാവധാനത്തിലും ഇഖാമത്ത് ഡാഷിലും ആവൽ സുന്നത്താണ്. ആദാനിലും ഇഖാമത്തിലും വാചകങ്ങൾക്കിടയിൽ തർത്തീബും ഡാഷും ഉണ്ടാവൽ ഷർത്താണ്. ആദാനിൽ നിയമിക്കപ്പെടുന്നവൻ ഡാഷ് അറിയുന്നവനാവണം. സുബ്ഹിൻ്റെ ആദാനിൽ ഹയ്യാലകൾക്ക് ശേഷം ഡാഷ് പറയുക. ആദാനിൻ്റെയും ഇഖാമത്തിൻ്റെയും ഇടയിൽ സുന്നത്താണ് എന്ത്? ഇഖാമത്തിന് മുമ്പ് സുന്നത്താണ് എന്ത്? ആദാനിൻ്റെയും ഇഖാമത്തിൻ്റെയും ശേഷം സ്വലാത്തും സലാമും ഡാഷ് ചൊല്ലുക. ആദാനിൽ തല തിരിക്കണം എങ്ങോട്ട് എപ്പോൾ? നിസ്കാരത്തിനല്ലാതെ ആദാൻ ഇഖാമത്തും സുന്നത്തുള്ള സന്ദർഭങ്ങൾ ഏതെല്ലാം? നിസ്കാരത്തിനല്ലാതെ ആദാൻ മാത്രം സുന്നത്തുള്ള സന്ദർഭങ്ങൾ. ജമാഅത്തിനുള്ള ആദാനിൽ ശബ്ദം ഡാഷ്. തർജീഹ് എന്നാൽ എന്ത്? അടുത്ത ചോദ്യം, ഒരേ സമയം ഒന്നിലധികം ആദാൻ കേൾക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യത്തെ ആദാനിൻ്റെ ഇജാബത്ത് ഒഴിവാക്കൽ. നെക്സ്റ്റ്, വിസർജനം നടത്തുന്നവരും നിസ്കരിക്കുന്നവരും ആദാനിൻ ഇജാബത്ത് ചെയ്യണം എപ്പോൾ? തസ്ബീബ് എന്നാൽ എന്ത്? ഹയ്യ അലകൾ ഏതെല്ലാമാണ്? നെക്സ്റ്റ് പാഠം ഇന്നമ യഅ്മുറു മസാജിദല്ലാഹ്.
അതിൽ നിന്ന് ചില ചോദ്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ ഇൻഷാ അല്ലാഹ്. ഏതാണ് അല്ലാഹു തആലയുടെ ഭവനങ്ങൾ? നെക്സ്റ്റ് ചോദ്യം, അല്ലാഹു തആലയുടെ അടുക്കൽ ഏറ്റവും മോശപ്പെട്ട സ്ഥലമേത്? അടുത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തി ആദ്യം നിർമ്മിച്ച മസ്ജിദ് ഏത്? അടുത്തത്, മസ്ജിദ് നിർമ്മിച്ചവന് ലഭിക്കുന്ന പ്രതിഫലമെന്ത്? ഏറ്റവും ശ്രേഷ്ഠമായ 3 മസ്ജിദുകൾ ക്രമത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് അവർക്ക് ഈമാനുണ്ടെന്ന് സാക്ഷ്യം വഹിക്കൂ ആർക്ക്? അടുത്തത്, മസ്ജിദിൽ പാടില്ല എന്തെല്ലാം? ആരാണ് അല്ലാഹു തആലയുടെ അയൽവാസികൾ? അല്ലാഹു തആലയുടെ അടുക്കൽ ഏറ്റവും മഹത്വമുള്ള സ്ഥലം? മുസ്ലിങ്ങളുടെ സാംസ്കാരിക കേന്ദ്രമാണ് ഏത്? മസ്ജിദിൽ പ്രധാന ഇബാദത്താണ് ഏത്? മസ്ജിദിൽ നജസുണ്ടെങ്കിൽ അവ വൃത്തിയാക്കൽ. ഈത്തികാഫിന് ഏറ്റവും ശ്രേഷ്ഠമായ മസ്ജിദ്? മസ്ജിദിൽ വെച്ച് നടത്തേണ്ട കർമ്മങ്ങൾ. ഈത്തികാഫി എന്നാൽ എന്ത്? ഈ 3 പാഠത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് റെഡിയാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ ഉത്തരം കുട്ടികൾ പഠിക്കുക. ഇൻഷാ അല്ലാഹ് അറിഞ്ഞില്ലെങ്കിൽ മെസ്സേജ് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ അതിൻ്റെ ഉത്തരം അറിയിച്ചു തരുന്നതാണ്. അല്ലാഹു തആല നമ്മുടെ മക്കൾക്ക് വലിയ വിജയം നൽകട്ടെ. സ്വാലിഹായ മക്കളിൽ അല്ലാഹു ചേർക്കട്ടെ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.